സൂചി റവ റവയില്ല ചക്കിയാട്ടം ശരി ചക്കിയാട്ടം ഹോൾ വീറ്റാണ് നമ്മുടെ ഗോതമ്പാണ് വീറ്റ് അവിടെയാണ് റോ മെറ്റീരിയൽ ഉള്ളത്. ബാക്കിൽ റോ മെറ്റീരിയൽ പൈപ്പിലിട്ട് അത് സപ്ലൈ മെയിനായിട്ട് ഇതാണ് പിടിക്കുന്നവിടെ ഫിനിഷിംഗായിട്ട് പിടിക്കുന്നവിടെ പാക്കിങ്ങിവിടെ. Few questions regarding production. So the first question is, how do you assure the quality performance of the products? ഫുഡ് ഇൻഡസ്ട്രീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് റോ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജ് മുതലാണ് തുടങ്ങുന്നത്. റോ മെറ്റീരിയലാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം വരുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ നല്ല റോ മെറ്റീരിയലിന് മാത്രമേ എത്ര ഇമ്പോർട്ടൻ്റ് മെഷീൻ്റെ ആയാലും എന്തൊക്കെ ചെയ്താലും ക്വാളിറ്റി ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ റോ മെറ്റീരിയൽ പ്രിപ്പയർമെൻറ്റ് ഞാൻ നേരിട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ഞാൻ നോക്കുന്നു. അതിൻ്റെ എൻ്റെ സെക്ഷൻ തന്നെ അതാണ്. പ്ലാൻ ബാക്കിയെല്ലാം മറ്റുള്ളതിന് ക്വാളിറ്റിയുടെ റോ മെറ്റീരിയൽ പ്രിപ്പയർമെൻറ്റ് എൻ്റെ ഇതിലേ ചെയ്യുള്ളൂ. മെയിനായിട്ട് നടക്കുള്ളൂ. എല്ലാ ദിവസവും ഓരോ ബാച്ച് വരുമ്പോഴും ഒരു ലോഡ് വരുമ്പോഴും ഓരോ ബാഗ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വെറൈറ്റി സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ തീരെ മോശമാണെങ്കിൽ നമ്മൾ ലോഡുകൾ റിട്ടേൺ വിടും. ഇല്ല എങ്കിൽ നമുക്ക് ഇറക്കാവുന്നതാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലിയർ ആവുന്നതാണെങ്കിൽ നമ്മൾ എടുക്കും. അല്ലെങ്കിൽ അപ്പോൾ അതിനുള്ള പ്രൈസ് കുറച്ച് നമ്മൾ പോകും. അപ്പോൾ നല്ല അതാണെങ്കിൽ ഫുള്ളായിട്ട് അൺലോഡ് ചെയ്യും. പിന്നീട് അത് നമ്മൾ ഫസ്റ്റിൽ വാങ്ങിക്കുന്നത് നമ്മൾ പല സെക്ടറാണ്. പാഡി ആണെങ്കിൽ നമുക്ക് വേറെ വിഷയമില്ല. വീറ്റാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ക്വാളിറ്റി ഉറപ്പാക്കിയതിന് ശേഷം അൺലോഡ് ചെയ്യുള്ളൂ. അത് നമുക്ക് QC ടീമുണ്ട്. QC ടീമിനെ ഏൽപ്പിച്ചിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീറ്റിൻ്റെ മുമ്പ് ഇതിനൊരു മിനിമം പാരാമീറ്റേഴ്സ് എല്ലാം വേണമെന്നുണ്ട്. അതനുസരിച്ച് പ്രൈസിനകത്ത് വേരിയേഷൻ വരും. അപ്പോൾ ആ പാരാമീറ്റേഴ്സ് കീപ്പ് ചെയ്യണമെങ്കിൽ മാത്രം അൺലോഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യണം. പിന്നീട് അടുത്ത സ്റ്റെപ്പ് വരുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥിരം സംവിധാനമുണ്ട്. നമുക്ക് ക്വാളിറ്റി വേരിയേഷൻ ചെയ്യാതെ വരാതെ അതിൻ്റെ പ്രോസസ്സിങ് നടത്താനായിട്ട് അതിന് ആ പറഞ്ഞ നമ്മുടെ ഫിനിഷിംഗ് പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന് എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നമുക്ക് വേണ്ടത് അതിനോട് രീതിയിൽ പ്രൊഡക്ഷൻ എടുക്കണം. ഫിനിഷിംഗ് പ്രൊഡക്റ്റ് വരുമ്പോൾ അത് ഡ്യൂട്ടി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. ഫിനിഷിംഗ് പ്രൊഡക്റ്റ് വരുമ്പോൾ വരുന്ന ടൈം ഓരോ മണിക്കൂറിൽ നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുക്കും. QC ലാബിൽ ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ കാണിക്കും. മേജർ വേരിയേഷൻ ആണെങ്കിൽ അപ്പോൾ തന്നെ പ്രൊഡക്ഷൻ അവിടെ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ അത്രയും ബാച്ചിന് നമ്മൾ മാറ്റിയ ബാഗ് ആ ടൈമിൽ തന്നെ അവരുടെ ബാഗ് മാറ്റി വീണ്ടും ക്വാളിറ്റി ഉള്ളതായി പ്രൊഡക്ഷൻ ലൈനിൽ വന്നതെന്ന് വേണം നമ്മുടെ ഫിനിഷിംഗ് പ്രൊഡക്റ്റ് നമ്മുടെ ബ്രാൻഡ് തന്നെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യണം. അതാണ് മെയിനായിട്ട് നമ്മുടെ ഭാഗത്ത് QC ടീമോട് അതാണ് അവർക്ക് എപ്പോഴും മൈനോട്ടായ വിഷയങ്ങൾ ചെക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ. അതാണ് അതിന് ക്വാളിറ്റി നമുക്ക് മെയിൻ ചെയ്യാൻ പറ്റും. റോ മെറ്റീരിയൽ നമുക്ക് 4 സെക്ടറിനാണ് നമുക്ക് വരുന്നത്. നമുക്ക് റൈസ് മില്ലുണ്ട്, ഫ്ലോർ മില്ലുണ്ട്. റൈസ് മില്ല് നമുക്ക് നമ്മൾ 74 തുടങ്ങിയതാണ്. അന്ന് പോലുള്ള സപ്ലൈസ് ഇപ്പോൾ കൊണ്ട് പിന്നെ പുതിയ ടീമുകളുണ്ട്. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത്. മിക്കവാറും വണ്ടികൾ നമുക്ക് ആ സീസൺ അനുസരിച്ച് ഓരോ ഏരിയനുസരിച്ചാണ് വരുന്നത്. കുട്ടനാട് സീസൺ കുട്ടനാട്ടിൽ, പാലക്കാട് സീസൺ പാലക്കാട്, പിന്നെ കൂടാണ്ട് കർണാടകയിൽ നിന്ന് കർണാടകയിൽ നിന്ന് വരുന്നത്. അപ്പോൾ കർണാടകയിൽ നിന്ന് വരുന്ന അത് അല്ലെങ്കിൽ കുട്ടനാട്ടിൽ നിന്ന് വരുമ്പോൾ നെല്ല് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഉറപ്പാക്കിയത് അതിന് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് നോക്കി അത് അവരുടെ ബാഗും ചെക്ക് ചെയ്ത് തരണം. ബാഗും ചെക്ക് ചെയ്ത് തരണം. പിന്നീട് ഇവിടെ ഇത് വരുമ്പോൾ മിക്കവാറും മീറ്റ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി വരുമ്പോൾ അവർ നേരത്തെ നമ്മൾ സാമ്പിൾ അയച്ചു തരും. ആ സാമ്പിളിന് ലാബിൽ ടെസ്റ്റിങ് ഇന്ന ഗ്ലൂട്ടൻ പെർസെൻറ്റേജ് മറ്റേ അതർ പാർട്ടിക്കിൾ ഫോറിൻ മാറ്റേഴ്സ് ഒക്കെ എത്ര ഉണ്ടെന്നുള്ളത് ഉണ്ട്. അത് അതനുസരിച്ചാണെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യുള്ളൂ.
മറ്റേ സ്പൈസസ് ആണെങ്കിലും റൈസ് പൗഡറിന് വേണ്ടിയിട്ടാണ് സെയിം പോളിസി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് മുൻപേ ഒരു ക്വാളിറ്റി ഉള്ളതിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റിനോട് അപ്ലോഡ് ചെയ്യും. പ്രൊഡക്ഷൻ ആണെങ്കിലുള്ള പാരാമീറ്റേഴ്സ് കീപ്പ് ചെയ്യും. അതിനകത്ത് ഫിനിഷിംഗ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. കസ്റ്റമറുടെ ഭാഗത്ത് കംപ്ലൈൻറ്റ് വരാൻ പാടില്ല. കസ്റ്റമർ പറയുന്ന കംപ്ലൈൻറ്റ് ഇവിടുത്തെ ക്യൂസി കണ്ടുപിടിച്ചിരിക്കും. അതാണ് ക്യൂസിയുടെ ഡ്യൂട്ടി. ക്യൂസിയുടെ ഡ്യൂട്ടി കസ്റ്റമർ പറയുന്ന കംപ്ലൈൻറ്റ് അവർ അഡ്വാൻസ് കണ്ടുപിടിച്ചിരിക്കണം. ആ കംപ്ലൈൻറ്റിന് ആയിട്ടൊന്നും പുറത്ത് പോകാൻ പാടില്ല. പിന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? മറ്റേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമായിട്ട് അത് ശരി. നമ്മൾ മിക്കവാറും ഈ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. കേരള ട്രഡീഷണൽ മട്ട റൈസാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. അതിനെ സംബന്ധിച്ച് അത് ഏറ്റവും അതിനകത്ത് വരുന്ന നമുക്ക് ചെയ്യാൻ പാക്കിങ്ങിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും അല്ലാതെ ഇതിനകത്തുള്ള ഇതും പഴയ മോഡൽ വിട്ടുകൊണ്ട് നല്ല പ്രശ്നം. ആദ്യമൊക്കെ കാലത്തൊക്കെ കറുത്ത അരിയൊക്കെ ഉണ്ടാവും ചോറിൽ, കറുത്ത കല്ലിൻ്റെ ഇതുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ മാറി അത്തരം മെഷീനൊക്കെ വെച്ച് മാറ്റം വരുത്തിയിട്ട് പിന്നെ അതിന് പോഷകങ്ങൾ പോകാത്ത രീതിയിലുള്ള പ്രോസസ്സിങ് മെഷീനുകൾ ചെയ്തിട്ടുണ്ട്. അതാണ് റൈസിനകത്തുള്ളത്. ഇപ്പോൾ റവ ആട്ട മൈദ നമ്മൾ മൈദ വളരെ അപകടമുള്ള പ്രൊഡക്റ്റ് അതുകൊണ്ട് എല്ലാവരും വളരെ പ്രചരിപ്പിക്കണം. നമ്മൾ പറയണത് നമ്മുടെ പ്രൊഡക്റ്റുകളനുസരിച്ച് കെമിക്കലുകളൊന്നും ആഡ് ചെയ്ത പ്രൊഡക്റ്റാണ്. നമ്മുടെ ഏതെങ്കിലും പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും കെമിക്കലുകൾ എന്തെങ്കിലും ആഡ് ചെയ്തെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ആൾക്ക് ആൾ പറഞ്ഞ പാരിതോഷികം കൊടുക്കുന്നതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ രീതിയിലുള്ള പ്രോസസ്സിങ് സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? ഇത് പുതിയ നല്ല ക്വാളിറ്റിയിലും വേസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ട്രഡീഷണൽ സംവിധാനമാണ്. നമ്മളെ സംബന്ധിച്ച് 0% വേസ്റ്റ് എന്നുള്ള കണ്ടീഷനാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ബീഫ് പ്രോസസ്സിങ്ങിലാണെങ്കിലും മറ്റൊരു റൈസാണ്. റൈസിനകത്ത് ഒരു ഹസ്ക് എന്തൊരു വേസ്റ്റ് വരുന്നതായിട്ടാണ്. ഹസ്ക് നമ്മൾ ഫ്യൂലായിട്ട് ഉപയോഗിക്കും. പിന്നീട് ആഷാണ്. ആഷ് നമുക്ക് ഫെർട്ടിലൈസറായിട്ട് ലാൻഡ് ഫില്ലറായിട്ട് മറ്റു പല ബ്രിക്സിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യണം. ആ ദിവസം മാറ്റണമെന്നാണ്. പിന്നെ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവുന്ന ദിവസങ്ങൾ അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്യും. വേസ്റ്റ് എല്ലാം നമ്മൾ ചെയ്യും. പിന്നെ അതെന്തെങ്കിലും പ്രൊഡക്ഷൻ എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രാൻഡിലല്ലാതെ ഒരു കുറഞ്ഞ ഗ്രേഡായിട്ട് പോകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റുകൾക്ക് കുറഞ്ഞ റെസ്റ്റോറൻറ്റുകൾ കാലിൻ്റെ പിന്നെ കോസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? കോസ്റ്റ് മാനേജ്മെന്റ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന ചലഞ്ചാണ്. പഴയ പോലെ നമുക്ക് നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ് നടത്താനായിട്ട് പറ്റാത്ത സാഹചര്യം. ബിസിനസ്സിനകത്ത് മാർജിൻ വളരെ കുറവ്. അപ്പോൾ തന്നെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. സ്റ്റാൻഡേർഡായിട്ട് ഇത് കൊണ്ടുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് സ്റ്റാഫിനെ കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എവിടെ ആളുകളെടുത്ത് പരമാവധി സ്റ്റാഫിൻ്റെ എണ്ണം കൂടാതെ എവിടെ എടുക്കണം. പിന്നെ നമ്മൾ എല്ലാം മോഡേൺ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് പരമാവധി ആളുടെ വർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പ്രോസസ്സിംഗ് ആണെങ്കിൽ പോലും ഏറ്റവും ലോ കോസ്റ്റ് പ്രൊഡക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നേരി ഏറ്റവും എഫിഷ്യൻ്റായ മെഷീനറി നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും ഒരു വലിയൊരു കോസ്റ്റ് കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പറ്റുന്നതാണ് ഇനി നമ്മളെ നിലവാരം കുറയ്ക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ശരി. ടെക്നോളജി ഇൻ്റഗ്രേഷൻ ഒക്കെ ഈ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെക്നോളജീസ് എങ്ങനെ യൂസ് ചെയ്യുന്നത്? ശരിക്കും എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ട്രഡീഷണൽ മോഡലാണ്. ഇൻഡസ്ട്രി അത് ചെമ്പ് പുഴുങ്ങി പനമ്പിൽ ഉണക്കി ഓരോരിൽ കുത്തി പാറ്റി എടുത്ത് അരി മാർക്കറ്റിൽ കൊടുത്താണ് അബ്സ് ആരംഭിക്കുന്നത്. പിന്നീട് 80s കാലഘട്ടം വന്ന സമയത്ത് സിമെൻറ്റ് തറയിലിട്ട് ഉണക്കുക, പുഴുങ്ങി വലിയ ഡ്രമ്മുകളിൽ പുഴുങ്ങിയിട്ട് സിമെൻറ്റ് തറയിലിട്ട് ഉണക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേജ് വന്ന സമയത്ത് നമുക്ക് പാർ ബോയിലിംഗ് സിസ്റ്റം വരുന്നു. ഫസ്റ്റ് ഒരു തുമ്പോളം ചോറുകളായിരുന്നു. പിന്നെ അത് ഡ്രയർ പ്ലാനിലേക്ക് മാറ്റണം. അന്ന് ഹസ്ക് വെച്ച് അതായിരുന്നു. പിന്നീട് വന്ന് സ്റ്റീം ഡ്രയർ വന്നു. സ്റ്റീം ഡ്രയർ എന്ന് പറഞ്ഞാൽ സ്റ്റീം ഈ ടെസ്റ്റിലൂടെ ആ ചൂട് കൊണ്ട് നമ്മൾ നെല്ല് ഉണക്കുന്ന സംവിധാനത്തെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്യൂർ ആണ്. അതുകൊണ്ട് ആ സെക്ടറിൽ പിന്നെ മറ്റേ മില്ലിംഗ് സെക്ഷനാണെങ്കിൽ
നമ്മൾ ഏറ്റവും ക്ലീൻ ചെയ്യുന്ന മെഷീനുകളെ കുത്തി പതിര് കളയാനും മറ്റേ കല്ല് മണ്ണ് കളയാനും ഉമ്മി മാറ്റി കളയാനും മെഷീനുകൾ വന്നിട്ട് പിന്നെ കറുത്ത അരിയുന്ന സോർട്ട് ചെയ്ത് കളയണം ബ്രോക്കറെ പ്രത്യേകം സെപ്പറേറ്റ് ആക്കണം എല്ലാം അത് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് പാക്കിംഗ് സംവിധാനം വഴി പാക്ക് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് കോസ്റ്റ് ഒക്കെ കുറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ സംവിധാനമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് വേറെ ഒരു അപ്ഗ്രേഡേഷനല്ല, പാക്കിങ്ങിനകത്തും എല്ലാതും നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ബാച്ച് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നത്തെയാണ് അല്ലെങ്കിൽ എപ്പോൾ ഏത് സമയത്ത് ചെയ്ത പാക്കറ്റാണെന്ന് അറിയാവുന്ന കണ്ടീഷനിൽ ഓരോ പാക്കറ്റും നമ്മൾ ഇത് ചെയ്തുകൊണ്ട് മാനുവലായിട്ട് നമ്പർ ഇട്ട് പോകുന്നുണ്ട്. നമുക്ക് എപ്പോൾ ഏത് സമയത്ത് ഉണ്ടായ പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് പ്രൊഡക്ഷൻ ടൈമിൽ ഓരോ സമയത്ത് വരുന്ന പാക്കറ്റിംഗ് നമ്പറെല്ലാം വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് ആരുടെ ഭാഗത്തുണ്ടായി പറയാമെന്ന് അറിയാവുന്നത് ഇത് ചെയ്തിട്ടുണ്ട്. സെയിൽസ് ടീമിന് എല്ലാവരും നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരു ആപ്പിൽ വെച്ച് എല്ലാവരും എവിടെയാണ് നമുക്കറിയാവുന്ന വണ്ടികളാണെങ്കിൽ വെഹിക്കിളിലാണെങ്കിൽ വണ്ടികൾ എവിടെ പോകണമെന്ന് അറിയാവുന്ന നമ്മൾ GPS ഒരു ആപ്പിൽ നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ട്. അത്ര കാര്യം പ്രോസസ്സിംഗ് അത് ഏറ്റവും പുതിയ ടെക്നോളജി മെഷീനുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് മാനേജ് നമുക്ക് ഇപ്പോൾ റൈസ് മില്ലിനെ സംബന്ധിച്ച് ആഷാണ് അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നത്. പിന്നെ വാട്ടറുണ്ട്. വാട്ടർ നമ്മൾ എഫ്ലോ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം ആ വെള്ളം തന്നെ വീണ്ടും റീസൈക്കിൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കൂടുതൽ അല്ലെങ്കിൽ അത് നനയ്ക്കാനായിട്ട് മറ്റു തോട്ടം നനയ്ക്കാനായിട്ട് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റിൻ്റെ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് കാറ്റൽ ഫീഡായിട്ട് പോകുന്ന അവസ്ഥയുണ്ട്. തീരെ വരുന്ന വെള്ളവും മറ്റേപടി സ്റ്റോൺ മണ്ണ് വരുന്നതാണ് നമുക്ക് പലതിനായിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്റ്റാഫുകളുടെ കേസുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാഫ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫ് 100% നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കൂടെ വർക്ക് അറ്റ്മോസ്ഫിയർ അറേഞ്ച് കൊടുക്കുക. കൂടാതെ സാലറി ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ട് നല്ലൊരു ജോലിയായിട്ട് വേറെ സ്ഥലത്ത് പോകാനുള്ള അവസരം കൊടുക്കുക. നമുക്ക് പറ്റിയ ആളാണെങ്കിൽ സാലറി കൊടുക്കും. പിന്നെ മന്ത്ലി ഇൻസെൻറ്റീവ്സ് കൊടുത്താണ് സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്ലാന്റ് ആണെങ്കിൽ പോലെ എപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ രീതിയിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നു അപ്പോൾ തന്നെ ആ രീതിയിൽ നമുക്ക് അതിന് ചെയ്യുന്നു. എംപ്ലോയി ട്രെയിനിങ് നമുക്ക് ഇടയ്ക്ക് നമ്മൾ ചില ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാൻ അവരെന്ത് ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക്